ഹായ് ഗൈസ്, ഇറ്റ്സ് മീ ആരുണി മാട്ടേക്ക്. എല്ലാവർക്കും എൻ്റെ പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. ഇന്ന് എൻ്റെ ബർത്ത്ഡേ ആണ് കേട്ടോ. ഞാനിവിടെ കട്ട പോസ്റ്റാണ്, ശിവാജി നഗർ ബസ് സ്റ്റാൻഡിലാണിപ്പോൾ. അപ്പം ബർത്ത്ഡേ ഒക്കെ അല്ലേ, അപ്പം എവിടെയെങ്കിലും പോകണം, വ്ളോഗ് എടുക്കണം ഇങ്ങനെ മനസ്സിലുണ്ട്. അപ്പോൾ കണ്ട സ്ഥലം തന്നെ നമ്മൾ പോയിട്ട് കാര്യമില്ല, കാണാത്ത സ്ഥലങ്ങൾ എക്സ്പ്ലോർ ചെയ്ത് അവിടുത്തെ എന്തൊക്കെ കാര്യങ്ങൾ വിശേഷങ്ങളൊക്കെ എല്ലാവർക്കും മാക്സിമം കാണിച്ചു കൊടുക്കുക. അതാണ് എൻ്റെ ലക്ഷ്യം. ഹെറിറ്റേജ് എയറോസ്പേസ് മ്യൂസിയം ഹാൽ HAL ബാംഗ്ലൂരിലുള്ള എയർക്രാഫ്റ്റിൻ്റെയും ഹെലികോപ്റ്ററിൻ്റെ ഒക്കെ മോഡൽസൊക്കെ ഉള്ള മ്യൂസിയം ആണ് എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. നമുക്ക് അതിനെപ്പറ്റി ഒന്നും അറിയില്ല. അവിടെ ഗൈഡ് ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നമുക്ക് അങ്ങോട്ടേക്ക് പോയിട്ട് കാണാൻ ഗൈസ്. ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു സ്ഥലത്തേക്ക് പോകുന്നത്. അപ്പോൾ ഞാൻ ഒറ്റയ്ക്കാണ് പോകുന്നത്. നിങ്ങൾ എൻ്റെ കൂടെ വാ, എല്ലാവരും വായോ, പോയി നോക്കാം എന്താണ്. ഈശ്വര, എയറോപ്ലെയിൻ ഉണ്ടാവണേ, പറ്റുകയാണ് എയറോപ്ലെയിനിൽ ഇരുന്നിട്ടുള്ള ഒരു ഫോട്ടോ എടുക്കാൻ പറ്റണേ. നോക്കാം നമുക്ക്. അപ്പോൾ ഗൈസ് നമ്മൾ പറഞ്ഞ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ഹെറിറ്റേജ് സെന്റർ ആൻഡ് എയറോപ്ലെയിൻ മ്യൂസിയം. അവിടെ ടിക്കറ്റ് എടുക്കുന്ന കൗണ്ടറാണിത്. ടിക്കറ്റിന്റെ പ്രൈസ് വരുന്നത് 50 റുപ്പീസാണ്. പിന്നെ ക്യാമറയ്ക്ക് പ്രൈസ് വരുന്നത് സ്റ്റിൽ ക്യാമറ ആണെങ്കിൽ 50 റുപ്പീസ്, വീഡിയോ ക്യാമറ ആണെങ്കിൽ 75, മൊബൈൽ ക്യാമറ ആണെങ്കിൽ 20 റുപ്പീസ്. അപ്പോൾ അതൊക്കെ കൊടുത്ത് ട്രാൻസാക്ഷൻ ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിനി ഉള്ളിൽ പോയിട്ട് കാണാം. ബൈ. ओके, आपका नाम क्या? अरुणिमा. ടിക്കറ്റ് കൊടുത്തു. അവർ എഴുതുക എന്തോ, എൻ്റെ പേരും ഡീറ്റെയിൽസ് ഒക്കെ എഴുതി വെക്കുക. വല്ലതും അടിച്ചോണ്ട് പോയാലോ, അതായിരിക്കും. 8075 7266. എൻ്റെ അളിയ, ഉള്ളിൽ കയറിയപ്പോൾ ഭയങ്കര തണുപ്പ് കേട്ടോ. ഇവിടെ എന്താണ് അറിയില്ല, തണുപ്പുണ്ട് നല്ലത്. വാട്ടർ ഡാൻസ് ആണല്ലേ. ഇതാണ് ഗൈസ് HAL ഹെറിറ്റേജ് സെന്റർ ആൻഡ് എയറോസ്പേസ് മ്യൂസിയം. ഇതിൻ്റെ ഫ്രണ്ട് വ്യൂ ആണിത്. വാട്ടർ ഡാൻസ് ആണ് കാണുന്നത്. ഞാനതിനെ വാട്ടർ ഡാൻസ് വിളിക്കും, അതിനെന്താണ് പറയാന്ന് എനിക്കറിയില്ല. ഓക്കെ, ഓഡിയോ വിഷ്വൽ ഹാൾ, ലൈബ്രറി, സിമുലേറ്റർ ഗെയിം, വീൽ ചെയർ, ജെൻസ് റെസ്റ്റ് റൂം, ഫിഷ് പോണ്ട്, കഫ്തീരിയ, സൗവിയർ ഷോപ്പ്, ഡ്രിങ്കിങ് വാട്ടർ, ഡൈനിങ് ഏരിയ, ചിൽഡ്രൻസ് പ്ലേ ഏരിയ, ഇബിസ്കസ് ആൻഡ് റോസ് ഗാർഡൻ, അൻസ HT2 കിരൺ, ഡവ് എയർക്രാഫ്റ്റ്. ഇത്രയും സംഭവങ്ങളാണ് ഇവിടെ ഉള്ളത്. ഇപ്പം ഞാൻ വായിച്ച ഇത്രയും സംഭവങ്ങൾ ഇവിടെ ഉണ്ട്. നമുക്ക് ഒന്നൊന്നായിട്ട് കണ്ടു തീർക്കാം. എന്തൊക്കെയാണാവോ, ഒരു പിടുത്തമില്ല ഗൈസ്. എനിക്കിവിടുത്തെ ഒരു കാര്യം അറിയില്ല കേട്ടോ. ഞാൻ കയറി വന്നേക്കുവാണ്, എനിക്കൊരു കാര്യം അറിയില്ല. GSLV ജിയോ സിൻക്രോണസ് സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾ, സ്കെയിൽ 1:10. ഇതെന്താണ്, ഇതിൻ്റെ വലിപ്പമായിരിക്കും 1:10. മിസൈൽ പോലൊക്കെ തോന്നുന്നുണ്ടല്ലോ. എന്തോ കൊള്ളാം.
ശ്രീ സേതു വൽചാന്ദ് ഇറാച്ചാദ്. ഈ ഗാന്ധിജിനെ പോലെ ഇരിക്കുന്ന അമ്മാവനാന്ന് തോന്നുന്നു നമ്മളെ ഈ HALന്റെ ഫൗണ്ടർ. ഓക്കെ, ഹിസ്റ്ററി ഹാളുണ്ട്. അപ്പം നമുക്ക് ഇതിലെ എന്തൊക്കെയാണ് ഹിസ്റ്ററി ഒക്കെ കണ്ടു പഠിക്കാം. കുറേ ബോർഡുണ്ടല്ലോ അളിയ, ഇതൊക്കെ വായിച്ചപ്പം തീരാനാണ്. ഇന്ത്യയിലെ മാപ്പ്. ഇതിപ്പം ഞാനൊരു വാക്ക് പറയട്ടെ, പൊട്ടക്കിണറ്റിലെ തവള ചാടിയതുപോലെയുണ്ട്. പുറത്തേക്ക് ചാടിയാൽ പുറത്ത് കാണുന്ന എന്തൊക്കെയോ സംഭവങ്ങളൊക്കെ ഇല്ല, അതേപോലെ കളിക്കുവാണ്. ഓക്കെ 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 എല്ലാം വിട്. നമ്മൾ ഉഴപ്പൊക്കെ മാറ്റിയിട്ട് നമുക്ക് വ്ളോഗിങ്ങിലേക്ക് കടക്കാം. ഹിസ്റ്ററി ഓഫ് ആൾ ഗൈസ്, നമുക്കിവിടെ കാണാം വലിയൊരു ഹിസ്റ്ററി ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ നേരത്തെ നമ്മൾ കാണിച്ചതുപോലെ ഫൗണ്ടർ, അവരെ പറ്റിയുള്ള ഒരു ഹിസ്റ്ററിയാണ് ഇവിടെ വെച്ചിരിക്കുന്നത്. ഹിസ്റ്ററി ഓഫ് HAL, സേതു വാൽചന്ദ് ഇറാച്ചാദ്, ഇയാളാണ് ഫൗണ്ടർ. പിന്നെ ഈ HAL എയ്റോസ്പേസ് മ്യൂസിയത്തിൻ്റെ ഓരോ കാര്യങ്ങളും ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഇമ്പോർട്ടൻസ് മൈൽ സ്റ്റോൺസ് ഓഫ് HAL. ഇത് കുറേ അതിൻ്റെ എയ്റോപ്ലെയിന് അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ്. ഹാലിൻ്റെ ഡിവിഷൻസ്, HAL vision and mission values. Vision to become a significant global player in the aerospace industry. Mission to achieve self-reliance in design, development, manufacture, upgrade and maintenance of aerospace equipment, diversifying into related areas and managing the business in a climate of growing professional competence to achieve world-class performance, standards for global competitiveness and growth in exports. ഇതാണ് മിഷൻ ലൈറ്റ് എയർക്രാഫ്റ്റ് ഫ്രം HAL. കുറേ വിമാനത്തിൻ്റെ ഫോട്ടോ ഉണ്ട്. ഇതൊക്കെ എന്തോ സംഭവമാണ്. നമുക്ക് ഗൈഡ് ഉണ്ടെങ്കിൽ ഗൈഡിനോട് ചോദിക്കാം. ഫൈറ്റേഴ്സ് ഫ്രം HAL, ട്രാൻസ്പോർട്ട് എയർക്രാഫ്റ്റ് ഫ്രം HAL, ഹെലികോപ്റ്റേഴ്സ് ഫ്രം HAL. ഇതൊക്കെ ഹെലികോപ്റ്ററാണ് ഗൈസ്. അഡ്വാൻസ്ഡ് ലൈറ്റ് ഹെലികോപ്റ്റർ, ലൈറ്റ് അറ്റാക്ക് ഹെലികോപ്റ്റർ, ചേട്ടനോ ചീറ്റൽ എന്തായിരുന്നു ഹെലികോപ്റ്റർ, ALH ഹെലികോപ്റ്റർ, ട്വിൻ ടർബൈൻ മൾട്ടി റോൾ ലൈറ്റ് ഹെലികോപ്റ്റർ, ലൈറ്റ് യൂട്ടിലിറ്റി ഹെലികോപ്റ്റർ, ലൈറ്റ് കോമ്പാറ്റ് ഹെലികോപ്റ്റർ. എൻ്റെ അളിയ, ഇത്രയും ഹെലികോപ്റ്ററൊക്കെ ഉണ്ടോ? എൻജിൻസ്, ഇത് HALൻ്റെ എൻജിൻസാണ്. എന്ന് വെച്ചാൽ എയ്റോപ്ലെയിനിൻ്റെ എൻജിൻസ് ആവും അല്ല ഗൈസ്. പലതരത്തിലുള്ള എൻജിനുണ്ട്. ഇതൊക്കെ കാണാനും പഠിക്കാനും ഒക്കെ ഇഷ്ടമുള്ള ആൾക്കാരൊക്കെ ഇങ്ങോട്ട് വന്നിട്ട് എല്ലാവരും കാണണം കേട്ടോ. ആക്സസറീസ് ഫ്രം HAL, ഇൻസ്ട്രുമെൻറ്റ്സ്, ഇലക്ട്രിക്കൽ സിസ്റ്റം കമ്പോണൻസ്, എൻജിൻ ഫ്യൂവൽ, ഇജക്ഷൻ സീറ്റ്, അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട്. ഓക്കെ, ഹായ്, ഒരു കുളമാണല്ലോ. നയൻറ്റീൻ 1940 to 1950, 1951 to 1960. ഇതെന്താണ്? ഗൈസ്, കുറേ വിമാനത്തിൻ്റെ ഇതൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. HT2 ട്രെയിനർ, പുഷ് പാക്ക്, നാറ്റ് ഫിൽറ്റർ, വാമ്പയർ ഫൈറ്റർ, HA2 ഗ്ലൈഡർ, അങ്ങനെ കുറേ എയർക്രാഫ്റ്റിൻ്റെ മോഡൽസ്, സ്റ്റിൽസാണ് ഇവിടെ വെച്ചേക്കുന്നത്. അവിടെ ഹിസ്റ്ററി ഒക്കെ എഴുതിയിട്ടുണ്ട്. ഫൗണ്ടർ ഇന്ത്യ കുറേ ഉണ്ട്. ഞാൻ കുറച്ച് സ്പീഡിൽ എല്ലാം പറഞ്ഞു പോകുന്നുണ്ട്, കാരണം നമുക്കിവിടെ ഈ വ്ളോഗ് കണ്ട് തീർക്കേണ്ടതാണ് ഗൈസ്.
ഇത് ഞാൻ ചെയ്ത് വരുമ്പോഴത്തേക്ക് ഒരു 1 hour മേലെ പോയി കഴിഞ്ഞാൽ എനിക്ക് വ്യൂസ് കിട്ടത്തില്ല. അറിയാം, നമുക്ക് കാണികളൊക്കെ കുറവാണ്. അടിപൊളി വീഡിയോസൊക്കെ ചെയ്യാമെന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യുക. ഇതൊക്കെ ഇതിൻ്റെ ഹിസ്റ്ററിയാണ്. കണ്ടോ, ഫ്ലൈറ്റിൻ്റെ മോഡൽസ് വെച്ചിട്ടുണ്ട്. ഞാൻ ഇപ്പം നേരത്തെ വായിച്ചതുപോലത്തെ കുറേ പുഷ് ബാക്ക്, GNAT ഫൈറ്റർ, വാമ്പയർ ഫൈറ്റർ, HAL ഗ്ലൈഡർ, HD2 ട്രെയിനർ, അങ്ങനെ കുറേ ഉണ്ട്. ഓക്കെ, ഇത് നിങ്ങൾക്ക് കാണാമല്ലോ. ഇതൊരു റൗണ്ട് ഷേപ്പിലുള്ള സ്ഥലമാണ് കേട്ടോ. അപ്പം ഇതിൽ ഒരു ഹാളാണ് ഞാനിപ്പോൾ കണ്ടത്. അങ്ങനെ 1 2 3 4 5 6 7 8 ഒരു 10 ഹാളെങ്കിലും ഉണ്ടാവും ഹിസ്റ്ററി ഉള്ളത്. അപ്പം നമുക്ക് ഒന്ന് സ്പീഡായിട്ട് എല്ലാം ഓടിച്ചാടി വായിച്ചു വിട്ട് പോവാം. ഇത് അടുത്ത ഹാള്. മരുത് ഫൈറ്റർ, മരുത് ട്രെയിനർ, എന്തോ എയറോപ്ലെയിൻ. പിന്നെ കുറേ നേരത്തെ കണ്ട പോലത്തെ ഹിസ്റ്ററീസ് എഴുതി വെച്ചിട്ടുണ്ട്. ഇതാണ് അടുത്ത ഹാള്. 1971 to 1980. ഇവിടെയുള്ള സാധനങ്ങൾ എന്ന് വെച്ചാൽ അജീത് ഫൈറ്റർ, ബാറ്റ്സൺ അഗ്രികൾച്ചർ എയർക്രാഫ്റ്റ്, MiG-21 BIS, MiG-21 ഫൈറ്റർ, ഇതൊക്കെയാണ് അറിയ സാധനങ്ങൾ. എല്ലാവരും കണ്ടല്ലോ, അടിപൊളിയാണ്. നമുക്ക് അടുത്ത ഹാളിൽ പോവാം. ഇത് 1981 to 1990. ഇവിടെ ടർബോപ്രോപ്പ് ട്രെയിനർ, ഡോർണർ പാസഞ്ചർ എയർക്രാഫ്റ്റ്, അജീത് ട്രെയിനർ, MiG-27 ഫൈറ്റർ, ജാഗ്വാർ ട്രെയിനർ. അടിപൊളി. 1991 to 2000. ഇവിടെ ഉള്ളത് കാൻബറ ബോംബർ, ലക്ഷ്യ പൈലറ്റ് പ്ലസ് ടാർഗറ്റ് എയർക്രാഫ്റ്റ്, MiG-21 അക്ഷല്. കാണുന്നുണ്ടല്ലോ ഗൈസ്, ക്ലിയർ ഇല്ല, നമുക്കൂടെ ഒന്ന് ഫോക്കസ് ചെയ്യണം. ഓക്കെ, ഇതാണ് സാധനം. കണ്ടു തീർക്കുവാണ്. ഇത്രയും ഹാള് നമ്മൾ ചുറ്റി കറങ്ങി കാണണം. പിന്നെ ഇതിൻ്റെ പുറത്തും കുറേ സാധനങ്ങൾ കാണാനുണ്ട്. അപ്പം നമുക്കിതൊന്ന് വേഗം കണ്ടു തീർക്കാം. ഇത് 2001 ബിയോണ്ട്, 2001 അത് കഴിഞ്ഞിട്ടുള്ളതിന് ശേഷം വന്ന സാധനങ്ങളാണ്. ഇവിടെ കുറേ വലിയ ആൾക്കാർ ഫോട്ടോ ഉണ്ട്. MRJP വെൽക്കം ചേർന്നാണ് HAL വന്നേക്കുന്ന ആൾക്കാരുടെ അവിടെ വലിയ ആൾക്കാർക്ക് വരുമ്പോൾ അതൊക്കെ ഫോട്ടോ എടുത്ത് വെച്ചേക്കുവാണ്. ഓരോ അവാർഡ്, അത് അങ്ങനത്തെ കുറേ സംഭവങ്ങൾ. ഈ ഹാള് പറയുന്നത് ഹാൾ ഓഫ് ഫെയിം. ഈ ഹെറിറ്റേജ് എയറോക്രാഫ്റ്റ് സെൻറ്ററിന് കിട്ടിയേക്കുന്ന ട്രോഫീസും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ളൊരു സ്ഥലമാണ്. PSLV ഇതെന്താന്ന് പറയേണ്ട ആവശ്യമില്ലല്ലോ, അറിയാമല്ലോ, മിസൈൽ സാറ്റലൈറ്റ് ആണ്. പിന്നെ ഇവിടെ ഒരു ഓഡിയോ വിഷ്വൽ ഹാള് കൊടുത്തിട്ടുണ്ട്. നമുക്കിത് ജസ്റ്റ് തുറന്നു നോക്കാം. എനിക്ക് തോന്നുന്നു ഇവിടെ ഈ ഗൈസ്, ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ ഒരു സെൻറ്ററിലെ ഈ ഒരു ഹാളിലാണ്. ഈ ഒരു ഹാളിൽ വെച്ചായിരിക്കും ഒരു പ്രോഗ്രാംസൊക്കെ നടത്തുന്നത്. ഈ HALൻ്റെ ഹിസ്റ്ററി സംഭവങ്ങളൊക്കെ വിശദീകരിച്ച് ക്ലാസ് എടുക്കുന്നത് ഈ ഒരു ഹാളിലാണ്.
അപ്പോൾ ഇതിൻ്റെ ക്ലാസ് ഉണ്ടാവും വിചാരിക്കും. നമുക്ക് പുറത്ത് ചെന്നിട്ട് ഇവിടുത്തെ സെക്യൂരിറ്റിനോട് ഗൈഡിനോട് ചോദിക്കാം ഈ ക്ലാസ് എപ്പോഴാണ്, പറ്റുവാണെങ്കിൽ അറ്റൻഡ് ചെയ്യാം. എനിക്ക് കുറച്ച് അറിവൊക്കെ ഉണ്ടാവട്ടെ. പൊളി. ഞാൻ മാത്രം ഗൈസ്, ഞാനിവിടുത്തെ ഗൈഡ്സിനോടും സെക്യൂരിറ്റീസിനോടൊക്കെ സംസാരിച്ചു. അവർക്ക് പറയുന്നത് അവർക്ക് ക്യാമറ ഫേസ് ചെയ്യാനുള്ള പെർമിഷൻ ഇല്ല, കാരണം ഇത് ഹിസ്റ്റോറിക്കലായിട്ടുള്ളൊരു ഏരിയ ആണ്. അവർക്ക് ക്യാമറ ഫേസ് ചെയ്യാനുള്ള പെർമിഷൻ ഇല്ല. അപ്പോൾ എന്നോട് എല്ലാം എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അത് ഞാൻ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം, അത്രയേ ഉള്ളൂ. ഇപ്പം നമ്മൾ ഫസ്റ്റ് കണ്ടത് ഹിസ്റ്ററി ഹാളാണ്. ഇത് എയർക്രാഫ്റ്റാണ്. എയർക്രാഫ്റ്റിലേക്കാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് വേറെ ബിൽഡിംഗ് ഉണ്ട്, സിമുലേറ്ററി ഗെയിംസ് ഒക്കെ ഉള്ളത്. അത് കഴിഞ്ഞിട്ട് അവിടത്തേക്ക് പോവാം. നമുക്ക് എയർക്രാഫ്റ്റ് കാണാൻ ഗൈസ്, വരൂ. എയറോപ്ലെയിൻ ഗൈസ്. ഇത് ഹിന്ദുസ്ഥാൻ ജെറ്റ് ട്രെയിനാണ്. ഇത് ലൈറ്റ് കോമ്പാക്റ്റ് എയർക്രാഫ്റ്റ് ആണ് കേട്ടോ. ലൈറ്റ് കോമ്പാക്റ്റ് എയർക്രാഫ്റ്റ്. എയർക്രാഫ്റ്റിൻ്റെ ഇടയിലൂടെ നടക്കുന്ന ഞാൻ. ഇതൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞതാണ്. നോക്ക് ഗൈസ്, സ്വന്തം ടെക്കി വിമാനം പിടിച്ച് നിൽക്കുവാണ്. സ്വന്തം ടെക്കി. പുറകോട്ട് നടക്കാം. ഇതാണ് ഒറ്റയ്ക്ക് വരുമ്പോഴുള്ള പ്രശ്നം. എന്താണെന്നറിയോ, നമുക്ക് വീഡിയോ എടുത്തു തരാനും ഒരു ഫോട്ടോ എടുത്തു തരാനും ആരുമില്ല, ഞാൻ തന്നെ ഉള്ളൂ. അപ്പം വീഡിയോയിൽ വരുന്ന പ്രശ്നങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും ക്ഷമിക്കണം കേട്ടോ. എൻ്റെ മാക്സിമം ഞാൻ എന്നെക്കൊണ്ടാവുന്നത് പോലെ ഞാൻ എടുക്കുന്നുണ്ട്. അതൊക്കെ വെച്ചിട്ട് മച്ചാന്മാരെ അഡ്ജസ്റ്റ് ചെയ്യണം. ഇതെന്ത് സാധനം പൊളി ഉണ്ടോ, ഭീമാകാര സൈസ്. ഇപ്പം ഈ സ്ഥലത്തുണ്ട് വേറെ എയർക്രാഫ്റ്റ്. ഇത് കണ്ടോ, സൈസ് വളരെ കുറവാണ്. നേരെ മറിച്ച് അത് കണ്ടോ, ഭയങ്കര സൈസാണ്. ഇതൊക്കെയാണ് എനിക്ക് മനസ്സിലാവുന്ന കാര്യങ്ങൾ. അപ്പം ഇതിനെപ്പറ്റിയൊക്കെ കുറേ അറിയുന്ന ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ എനിക്ക് കമൻറ്റ് ചെയ്യൂ താഴെ. ഇത് അടുത്തൊരു പ്ലെയിനാണ്. ഗൈസ്, ഇതാണ് അടുത്ത ഒരു പ്ലെയിൻ. കാൻബെറ. ഇതാണ് കാൻബെറ. ഇതിൻ്റെ ഇടയിൽ കൂടി പോയി നോക്കാം. ഗൈസ്, പ്ലെയിൻ്റെ അടിയിൽ എപ്പോഴെങ്കിലും നിന്നിട്ടുണ്ടോ? ഞാൻ നിൽക്കുവാണ്.
നല്ല തണുപ്പുണ്ടല്ലോ. എന്റെ ക്യാമറേന്റെ പ്രശ്നമല്ല കേട്ടോ, വിമാനത്തിന് ഇത്ര വലിപ്പമുള്ളത് കൊണ്ടാണ് ക്യാമറയിൽ കൊള്ളാത്തത്. ഇതൊന്നും ഇവന്മാർക്ക് ചെറുതാക്കിയിട്ടുണ്ടാക്കി കൂടെ. കണ്ടോ പൊളി സാധനം. നടന്ന് 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 വേർത്ത് കുളിച്ച് ഒരു പരുവായി. കഷ്ടപ്പാട്. ഇനി നമുക്ക് വേറെ പൊളി സാധനം കാണാൻ പോവാം ഗൈസ്. അടുത്തത് എന്താണ് ഗൈസ്, നിങ്ങൾക്ക് ഗസ് ചെയ്യാവോ? ഇപ്പൊ നമ്മൾ കണ്ടു കഴിഞ്ഞത് കാൻബറയാണ്. അടുത്തത് എന്തായിരിക്കും? എന്തായിരിക്കും ഗൈസ്? എന്തായിരിക്കും? ഇതേ ഈ സാധനമാണ് വില്ലൻ. ഈ സാധനം ഞാൻ പട്ടാള സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ടല്ലോ. ഇതിന്റെ പേരെന്താണ്? അഡ്വാൻസ്ഡ് ലൈറ്റ് ഹെലികോപ്റ്റർ. ഇത്ര നേരം കണ്ടത് നമ്മുടെ എയറോപ്ലെയിൻ ആണ്. ഇതാണ് ഹെലികോപ്റ്റർ. എനിക്ക് എങ്ങനെ മനസ്സിലായി എന്നല്ലേ, മേലെ 3 ഫാനുണ്ട്, 3 വീലുള്ള ഫാൻ. എന്തൊരു വലിപ്പല്ലേ. നേരത്തെ നമ്മൾ എയറോപ്ലെയിൻ്റെ അടിയിൽ പോയി നിന്നു, നമുക്കിനി ഹെലികോപ്റ്ററിൻ്റെ അടിയിൽ പോയി നിന്നിട്ട് എങ്ങനെയുണ്ട് നോക്കാം. തൊട്ടു ഗൈസ്, ഫൈൻ വന്നാലും സാറേ എയറോപ്ലെയിൻ തൊട്ടു. എൻ്റെ അടിയ പൊളി സാധനം. വേറൊരു വിമാനം കിടക്കുന്നു. വിമാനമാണോ എന്താണിത്? ഫാനില്ലല്ലോ, അപ്പോൾ വിമാനം. ഫാൻ ഉണ്ടല്ലോ, സൈഡിൽ 2 ഫാന് കാണുന്നുണ്ടോ ഗൈസ്? ഇതെന്താണ് സാധനം ഗൈസ്? ഒരു പിടുത്തം കിട്ടുന്നില്ലല്ലോ. വായിച്ചു നോക്കാം. വിമാനാണ്. കണ്ടോ, വിമാനാണ്. അയ്യോ, ഡവാണ്. ഡവ്. ഇതാണ് ഗൈസ് ഡവ്. ഗൈസ് അൻസ. ഇതാണ് ഗൈസ് അൻസ. അൻസയ്ക്ക് ഹൈറ്റ് ഇല്ല. ഇതാരാണ് ഗൈസ്? എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? ഹിന്ദുസ്ഥാൻ ട്രെയിനർ. കിരൺ കൊള്ളാലോ. പൊളി പൊളി പൊളിയേ. ഗൈസ്, ഇവിടുത്തെ ക്ലൈമറ്റ് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്രയും ഭയങ്കര കൂളാണ്. ഈ ഒരു സംഭവങ്ങൾ, മെഷീനും ഈ സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഇതിൻ്റെ ഒരു ഭാഗത്തായിട്ട് ഗാർഡനും ഇവർ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അതാണ് പറയേണ്ട കാര്യം. ഇതൊരു വലിയൊരു ഗാർഡനാണ്. ഗാർഡൻ ഏരിയ. ഓക്കെ, ഇനി നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് പോവാം. എന്തായാലും ബർത്ത്ഡേ ആയിട്ട് ഞാൻ വന്ന സ്ഥലം കൊള്ളാം. നല്ല ഒരു എക്സ്പോഷറാണ്. നമുക്ക് കുറേ കാര്യങ്ങൾ പഠിക്കാനുള്ളതുണ്ട്. എൻജിൻസ് ഉണ്ട്, എയറോപ്ലെയിൻസ് ഉണ്ട്, ഹെലികോപ്റ്റേഴ്സ് ഉണ്ട്, പഴയ മോഡൽസ് ഉണ്ട്, എയർക്രാഫ്റ്റിൻ്റെ കുറേ സ്റ്റിൽസ് ഉണ്ട്, ഹിസ്റ്ററി ഉണ്ട്, എല്ലാം ഉണ്ട് ഗൈസ്. ആക്ച്വലി ഞാൻ നടന്ന് ക്ഷീണിച്ച്. അത്രയും സാധനങ്ങൾ ഇവിടെ കാണാനുണ്ട്. അപ്പം വരാൻ പറ്റുന്നവരൊക്കെ വരിക, കാണുക, എൻജോയ് ചെയ്യുക. കുറേ നടന്ന് കഴിച്ച് ക്ഷീണിച്ച്. ഇവിടെ ഒരു കഫ്തീരിയ ഉണ്ട്. അതിൽ ഞാൻ കയറി നോക്കുമ്പോൾ ഒന്നുമില്ല. ആകെ ഉള്ളത് ഫ്രൂട്ടി, അതുപോലത്തെ സാധനങ്ങൾ.
ഫ്രണ്ട്സ്, ഇനി നമ്മൾ കയറാൻ പോകുന്നത് ഒരു കിടില സ്ഥലത്താണ്. എയർക്രാഫ്റ്റും എഞ്ചിനൊക്കെ ഡിസ്പ്ലേ ചെയ്യുന്ന ഒരു സ്ഥലമാണ്. കണ്ടു നോക്കാം. കിടിലായിട്ടുണ്ട്, പൊളിയേ. സാധനം എയർക്രാഫ്റ്റ്. ഒരാളിരിക്കുന്നു. ഹായ് ഹായ്. അരുണിമ ടെക്കി ചാനൽ. ലൈക്ക്, ഷെയർ, കമൻറ്റ്, സബ്സ്ക്രൈബ്. ഇതാണ് എൻജിൻസ്. ഇതാണ് എൻജിന്. കൈ കടയുന്നു ഗൈസ്, കൈ കടയുന്നു. ഇത് ചെറിയ മോഡൽ ലൈറ്റ് ഓപ്പറേഷൻ ഹെലികോപ്റ്റർ. ഇത് ചെറിയ ഹെലികോപ്റ്ററിൻ്റെ ചെറിയ മോഡലാണ്. എയറോപ്ലെയിൻ സിമുലേറ്റർ ഗെയിംസ് ഉണ്ടെന്നാണ് പറഞ്ഞത്. നമുക്കത് പോയി നോക്കാം. ചിൽഡ്രൻസിനാണ് സിമുലേറ്റർ ഗെയിം എന്ന് പറഞ്ഞാൽ. എനിക്കും കളിക്കണം. നോക്കാം നമുക്ക്. ഗൈസ്, ഇതിൻ്റെ സെക്കൻഡ് ഫ്ലോറിൽ 2 റൂംസും ഉണ്ട്. ബേസിക് സിമുലേറ്റർ ആൻഡ് മോഷൻ സിമുലേറ്റർ. ബേസിക് സിമുലേറ്റർ എനിക്ക് തോന്നുന്നത് നമുക്ക് എയറോപ്ലെയിനിൽ കയറി ആ ഫീലിംഗ് ഉണ്ടാകുന്ന ഒരിതാണ്. മോഷൻ സിമുലേറ്റർ എന്താണെന്ന് നോക്കാം. ഇതിൻ്റെ ഇൻസൈഡ് വന്ന് ഇതിൻ്റെ ഉള്ളിലാണ് കേട്ടോ. ബാക്ക് ക്യാമറ വെച്ചിട്ട് കാണിക്കാം. യെസ്, ഉള്ളിലൊരു ചെയർ കാണുന്നില്ലേ? അതിലിരുന്നാൽ നമുക്കതിൻ്റെ എയറോപ്ലെയിനിൽ പോകുന്ന രീതിയിൽ ഉള്ളൊരു ഫീലിംഗ് വരും. അതായിരിക്കും സംഭവം. എക്സൈറ്റഡ് ആണ്. എനിക്കെന്തായാലും അതും കൂടെ ഒന്ന് നോക്കിയിട്ട് നമ്മൾ പോകുന്നതായിരിക്കും ഗൈസ്. എന്തായാലും ബർത്ത്ഡേ വ്ലോഗ് പൊളി. ഗൈസ്, ഞാനിപ്പോൾ ചോദിച്ചു എന്താണ് മോഷൻ സിമുലേറ്റർ ഗെയിം, എന്താണ് ബേസിക് സിമുലേറ്റർ ഗെയിം എന്ന്. ബേസിക് സിമുലേറ്റർ എന്ന് വെച്ചാൽ കുട്ടികൾക്കുള്ളതാണ്. മോഷൻ സിമുലേറ്റർ എന്ന് വെച്ചാൽ അഡൾട്ട്സിന് ചെയ്യാനുള്ളതാണ്. നമ്മൾ ആ സീറ്റിൽ ഇരുന്നിട്ട് അഡൾട്ട് ഡ്രൈവ് ചെയ്യണം എന്നാണ് പറയുന്നത്. ജോയ്സ്റ്റിക്ക് തരും, അതിട്ട് ഡ്രൈവ് ചെയ്യണമെന്നാണ്. അതിനിവർ ചാർജ് ചെയ്യുന്ന പൈസ 100 റുപ്പീസാണ്. 10 to 12 മിനിറ്റ്സ്. എനിക്കറിയില്ല, അതിലൊരു സീറ്റൊക്കെ കാണുന്നുണ്ട്. നമുക്കെന്തായാലും പോയി ട്രൈ ചെയ്യാം. മോഷൻ സിമുലേറ്റർ ഗെയിം കളിക്കാൻ പോവുകയാണ് ഗൈസ്. ഇതിൻ്റെ ഉള്ളിലാണ്. ഇപ്പോൾ ഒരു ചേച്ചി വരും. ചേച്ചി ഉള്ളിലുണ്ടാവും എന്നാണ് പറഞ്ഞത്. ഇൻസ്ട്രക്ട് ചെയ്യുമെന്നാണ് പറഞ്ഞേക്കുന്നത്. എന്താ സാധനം എനിക്കും അറിയത്തില്ല. ഞാൻ മോളിലൊക്കെ ഉണ്ടാകുന്ന സംഭവമായിരിക്കും. പക്ഷെ ഞാൻ ഇതുവരെ അങ്ങനത്തേലൊന്നും കയറിയിട്ടില്ല, ബി ഫ്രാങ്ക്. അപ്പം നമുക്ക് ഉള്ളിൽ പോയിട്ട് വീഡിയോ എടുക്കാം. You can close the video after it, okay? When it is not okay? Okay, I will explain once. After ഇതാണ് ഗൈസ് സ്ഥലം. ഈ ചെയറിൽ ഇരുന്നിട്ട് നമ്മൾ അത് ഡ്രൈവ് ചെയ്യണം, അങ്ങനെയാണ് പറയുന്നത്. നമുക്ക് നോക്കാം. എനിക്ക് വിശക്കുന്നു ഗൈസ്. ഞാനിപ്പോൾ ചത്തുപോകും ഗൈസ്. എനിക്ക് ഇവിടെ വന്നില്ല, ഞാൻ ഫുള്ള് ഹാപ്പി. ആകെ പറയാനുള്ളത്, ഞാൻ ആ മോഷൻ സിമുലേറ്ററിൽ കയറിയ പൊളി ഗെയിമായിരുന്നു. ഞാൻ ഗെയിം കളിക്കുമ്പോൾ ക്യാമറ സെറ്റാക്കിയിട്ട് ഞാൻ ഇരുന്ന് കയറി കളിച്ചു അതിൽ. പക്ഷേ ക്യാമറ ഓൺ ചെയ്യാൻ മറന്നുപോയി ഗൈസ്. മൂഞ്ചി എന്ന് വെച്ചാൽ നല്ലോണം മൂഞ്ചി. നല്ല പൊളിയായിട്ട് ഞാൻ ചെയ്തതായിരുന്നു വീഡിയോ. അത് ഇതിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റാത്തതിൽ നല്ല വിഷമമുണ്ട്.
കൊച്ചു കരയുവാ. അതിലിറങ്ങി കഴിഞ്ഞിട്ട് ഞാൻ വീഡിയോ തപ്പി നോക്കുക, അപ്പൊ കണ്ടില്ല. ഗൈസ് ഒരു സാധനം കാണിച്ചുതരാം. കാള. അപ്പം ഗൈസ് എൻ്റെ ഈ കുഞ്ഞു വ്ളോഗ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ആ ബെല്ലൈക്കൻ കൂടെ അടിച്ച് പൊട്ടിക്കുക. ഓക്കെ, സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടോ.